നമ്മുടെ ചാനലിലെ ഭൂരിപക്ഷം വീഡിയോകളും മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉപകരിക്കുന്ന കാര്യങ്ങളും മനുഷ്യന്റെ സർവ്വതോന്മുഖമായ മേഖലകളിലും സക്സസ് നേടുന്നതിനാവശ്യമായ തിയറികളും ടെക്നിക്കുകളുമാണ്. ഇനിയും അത് തുടരുന്നുണ്ടാവുകയും ചെയ്യും. ഇന്ന് മനുഷ്യന്റെ ഭാഷ കൊണ്ട് മനുഷ്യന്റെ നിലവാരം, മനുഷ്യന്റെ ഔന്നത്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തത്വം ആകട്ടെ. ഒരു രാജാവും പരിവാരങ്ങളും കാട്ടിൽ നായാട്ടിന് പോയി. പെട്ടെന്നൊരു സംഭവ വികാസത്താൽ അവർക്ക് ചിതറി പോകേണ്ടി വന്നു. എല്ലാവരും ചിതറി ഒറ്റപ്പെട്ടു പോയി. ആ കാട്ടിൽ ഒരു അന്ധനായ സന്യാസിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. ആ അന്ധനായ സന്യാസി തന്റെ ആശ്രമത്തിന്റെ മുറ്റത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒറ്റപ്പെട്ടു പോയവർ പരസ്പരവും പ്രത്യേകിച്ച് മഹാരാജാവിനെയും അന്വേഷിച്ച് പരക്കം പായുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു രാജാവിന്റെ ഭൃത്യനാണ് ആദ്യം ഈ ആശ്രമ സമീപത്തൂടെ വന്നത്. ആശ്രമത്തിന് മുന്നിലിരിക്കുന്ന ഈ അന്ധനായ സന്യാസിയെ കണ്ട് ഈ ഭൃത്യൻ ഓടിക്കുന്ന വെച്ച് വന്ന് ഡോ കിളവ ഇതിലെ ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന് വെപ്രാളത്തോടെ ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ഒരു ഭടൻ ആണ് ആ വഴി വന്നത്. ആ ഭടനും ഈ സന്യാസിയെ കണ്ട മാത്രയിൽ ഡോ മനുഷ്യ ഇതിലെ ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മഹാരാജാവിന്റെ മന്ത്രിയാണ് ആ വഴി വന്നത്. ഹേ സന്യാസി ഇതുവഴി ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന് മന്ത്രിയും ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാരാജാവ് ആ വഴി വന്നു. അല്ലയോ മഹാമുനെ നമസ്കാരം, ഈ വഴി ആരെങ്കിലും കടന്നു പോകുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഈ സന്യാസി മഹാരാജാവിനെ നോക്കി, മഹാരാജാവേ, ആദ്യം അങ്ങയുടെ ഭൃത്യൻ അങ്ങയെ അന്വേഷിച്ച് ഈ വഴി കടന്നുപോയി. രണ്ടാമത് അങ്ങയുടെ ഭടൻ ഈ വഴി അങ്ങയെ അന്വേഷിച്ച് കടന്നുപോയി. അതിനുശേഷം അങ്ങയുടെ മന്ത്രിയും ഈ വഴി അങ്ങയെ അന്വേഷിച്ച് കടന്നുപോയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് അത്ഭുതത്തോടെ മഹാരാജാവ് ചോദിച്ചു, ഞാൻ ആരാണെന്ന് അങ്ങയോട് വെളിപ്പെടുത്തിയിരുന്നില്ലല്ലോ. അങ്ങ് എങ്ങനെയാണ് ഞാൻ മഹാരാജാവാണെന്ന് മനസ്സിലാക്കിയത്? മറ്റുള്ളവരും അങ്ങയോട് അവരാരാണെന്ന് പറഞ്ഞിരുന്നുവോ? എങ്ങനെയാണ് അങ്ങ് ഇത് മനസ്സിലാക്കിയത്? അപ്പോൾ സന്യാസി വളരെ നിസ്സാരമായി പറഞ്ഞു, ഓരോരുത്തരും വന്ന് അവർ അഭിസംബോധന ചെയ്യുകയും അവർ ചോദിക്കാൻ ഉപയോഗിച്ച ആ ഭാഷയും ആ ഭാഷയുടെ ഭാവത്തിൽ നിന്നുമാണ് ഞാനത് മനസ്സിലാക്കിയത്. അങ്ങയുടെ ആ ഏറ്റവും ഉപചാരപൂർവ്വമുള്ള ഭാഷയിൽ നിന്ന് തന്നെ അങ്ങ് മഹാരാജാവാണെന്നും ഒരു മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷയിൽ നിന്ന് അത് മന്ത്രിയാണെന്നും അങ്ങനെ ഓരോരുത്തരെയും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതെന്നും സന്യാസി വര്യൻ പറയുകയുമുണ്ടായി. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ലോക്കൽ ഓഫീസിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ഓഫീസിൽ പോകുമ്പോഴുള്ള പെരുമാറ്റമായിരിക്കില്ല നമുക്ക് DGPയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പെരുമാറ്റം. അവിടെ ഉണ്ടാവുക വരൂ, ഇരിക്കൂ, പറയൂ എന്ന് ഇതിനേക്കാളും മാന്യമായ വരൂ, ഇരിക്കൂ, പറയൂ എന്നുള്ള ഇതിനേക്കാളും മാന്യവും ഉറച്ചതുമായ ഒരു ശബ്ദത്തിലുള്ള സ്വീകരണമായിരിക്കും അവിടെ ലഭിക്കുന്നുണ്ടാവുക. അത് ഒരു പൗരന് എങ്ങനെയാണ് വാല്യൂ കൊടുക്കേണ്ടത്, എങ്ങനെ പെരുമാറണം എന്നുള്ള IPS ട്രെയിനിങ്ങിന്റെ ഫലം മാത്രമല്ല, ഔന്നത്യവും പദവിയും കൂടുന്തോറും മനസ്സിന്റെ ഔന്നത്യവും പദവിയുടെ ഔന്നത്യവും കൂടുന്തോറും പെരുമാറ്റത്തിന്റെയും സംസാരത്തിന്റെയും ഭാഷാശുദ്ധിയും ഭാഷാഭാവവും ആ ഔന്നത്യവും നിലവാരവും മാറ്റം വരുമെന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ച് ലോകത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം ഉപയോഗിക്കുന്ന ഭാഷയും അതിന്റെ ഭാവവും, ടോൺ ഓഫ് വോയിസ്, നാം ഉപയോഗിക്കുന്ന ഭാഷാ രീതി മറ്റുള്ളവരുടെ മനസ്സിൽ അവരറിയാതെ തന്നെ നമ്മുടെ നിലവാരത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കുന്നു. തിരിച്ചും മറ്റുള്ളവർ നമ്മോട് സംസാരിക്കുന്ന ഭാഷ, ആ ഭാഷാ രീതി നമ്മുടെ മനസ്സിലും അവരുടെ നിലവാരത്തെക്കുറിച്ച് നാം അറിയാതെ ഒരു ധാരണ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇതൊന്ന് മനസ്സിലാക്കിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട മാന്യമായ ജീവിതം നയിക്കുവാൻ കഴിയും. മറ്റുള്ളവരോട് മാന്യമായ ഇടപെടൽ നടത്തുവാനും മറ്റുള്ളവരിൽ നിന്ന് മാന്യമായ ഇടപെടൽ ഏറ്റുവാങ്ങുവാനും അങ്ങനെ പൊതുവിൽ തന്നെ സമൂഹത്തിൽ തന്നെ ഒരു മാന്യമായ ജീവിതം രൂപപ്പെടുത്തുവാൻ ഈ ഒരു അറിവ് സഹായിക്കുകയും ചെയ്യും.